കണ്ണാടിയിൽ നോക്കി നിശബ്ദമായി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞോ? നിങ്ങളുടെ കരിയറല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ വർഷങ്ങളുമല്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുപ്പമുള്ള ജീവിതം, ലൈംഗികത, സ്പർശനം, അടുപ്പം എന്നിവയെക്കുറിച്ചാണ്. 60കളിലും 70കളിലും 80കളിലും പ്രായമുള്ള നിരവധി ആളുകൾക്ക് അടുപ്പം ഒരു ഓർമ്മയായി തോന്നാൻ തുടങ്ങുന്നു. നമ്മുടെ തന്നെ ചെറുപ്പവും ഊർജ്ജസ്വലവുമായ പതിപ്പുകളിൽ നിന്നുള്ള ഒന്നുപോലെ തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങൾ അതിനോട് സമാധാനം കണ്ടെത്തിയിരിക്കാം. ഒരുപക്ഷെ ഇത് വാർദ്ധക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ സ്വയം പറഞ്ഞിരിക്കാം. എന്നാൽ ആ അനുമാനം നിശബ്ദമായി നിങ്ങളെ കവർന്നെടുക്കുകയാണെങ്കിലോ? ശാരീരിക അടുപ്പം ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയ ആരോഗ്യത്തെയും ഉറക്കത്തെയും ഓർമ്മശക്തിയെയും രോഗപ്രതിരോധ സംവിധാനത്തെയും നിങ്ങളുടെ ലക്ഷ്യബോധത്തെയും പോലും ഇല്ലാതാക്കുന്നുവെങ്കിലോ? അടുപ്പത്തിൽ നിന്നുള്ള നിശബ്ദമായ പിൻവാങ്ങൽ വാർദ്ധക്യം, ഏകാന്തത, അധപ്പതനം, അദൃശ്യത എന്നിവയെക്കുറിച്ച് നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളെ വേഗത്തിലാക്കുന്നുവെങ്കിലോ? ഇത് യുവത്വത്തെ പിന്തുടരുന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾക്ക് വീണ്ടും 25 വയസ്സായി എന്ന് നടിക്കുന്നതിനെക്കുറിച്ചുമല്ല. ഇത് പ്രായമായവരിൽ അധികം ആർക്കും കേൾക്കാൻ കഴിയാത്ത ഒരു സത്യത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. ശാരീരിക അടുപ്പം ഒരു ആഡംബരമല്ല, അതൊരു ജീവിത മാർഗമാണ്. നോക്കൂ, നമ്മുടെ സംസ്കാരം ലൈംഗികത ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കാൻ നമ്മെ നിർബന്ധിച്ചിട്ടുണ്ട്. മിനുസമാർന്ന ചർമ്മം, വേഗത്തിലുള്ള മെറ്റബോളിസം, ഉയർന്ന ഊർജം. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. പ്രായമായവരിലെ അടുപ്പം മികച്ച ഹൃദയ ആരോഗ്യം, മൂർച്ചയുള്ള വൈജ്ഞാനിക പ്രവർത്തനം, ആഴത്തിലുള്ള ഉറക്കം, ശക്തമായ പ്രതിരോധ ശേഷി, അതെ, ദീർഘായുസ് എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ മറന്നു പോയേക്കാവുന്നത് നിങ്ങളുടെ ശരീരവും ഹൃദയവും ഇപ്പോഴും നിശബ്ദമായി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്. കാരണം ആരും നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ സ്നേഹത്താൽ പ്രായമായിട്ടില്ല, നിങ്ങൾ ആഗ്രഹത്തെ മറികടന്നിട്ടില്ല. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കാം. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഭാഗം നിങ്ങളിൽ എന്തെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം നിൽക്കുക. ശാരീരിക അടുപ്പം നിങ്ങളുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും 60 വയസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ദീർഘായുസ്സിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും നിങ്ങളുടെ ഈ ഭാഗം വീണ്ടെടുക്കുന്നത് വർഷങ്ങളായി നിങ്ങൾ ചെയ്ത ഏറ്റവും ജീവൻ നൽകുന്ന കാര്യമായിരിക്കാമെന്നും നമ്മൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുകയാണ്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ ആദ്യമേ ഓണാക്കുവാൻ മറക്കരുത്. വാർദ്ധക്യം, ആരോഗ്യം, ബന്ധങ്ങൾ, അതിനിടയിലുള്ള എല്ലാറ്റിനെയും കുറിച്ചുള്ള സത്യസന്ധമായ സംഭാഷണങ്ങൾക്കൊപ്പം ഈ ചാനൽ നിങ്ങൾക്കായി ഇവിടെയുണ്ട്. 1. നിങ്ങളുടെ ഹൃദയം ആദ്യം അനുഭവിക്കുന്നു. അത് പലപ്പോഴും ഏറ്റവും ശാന്തമായ രീതിയിലാണ് ആരംഭിക്കുന്നത്. മുറിയിലൂടെ നടന്നതിന് ശേഷം നിങ്ങളുടെ നെഞ്ചിൽ ഒരു ചെറിയ ഭാരം, കുറച്ച് പടികൾ കയറിയതിനു ശേഷം നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയം മറ്റെന്തെങ്കിലും മന്ത്രിക്കുന്നുവെങ്കിലോ? വ്യായാമമോ മരുന്നോ മാത്രമല്ല, കൂടുതൽ മനുഷ്യത്വമുള്ള എന്തെങ്കിലും അതിൽ നഷ്ടപ്പെട്ടാലോ? പ്രത്യേകിച്ച് നമ്മുടെ പിൽക്കാല വർഷങ്ങളിലെ അടുപ്പം വാത്സല്യത്തെക്കാൾ കൂടുതലാണ്. അത് പോഷണമാണ്. സ്നേഹനിർഭരമായ ഒരു സ്പർശനം, ഊഷ്മളമായ ആലിംഗനം, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൻ്റെ അടുപ്പം എന്നിവ പങ്കിടുമ്പോൾ നമ്മളിപ്പോഴും ഇവിടെ ഉണ്ടെന്നും സ്നേഹത്തിന് അർഹരാണെന്നുമുള്ള ഒരു മൃദുവായ ഓർമ്മപ്പെടുത്തൽ നൽകപ്പെടുന്നത് പോലെ നമ്മുടെ ഹൃദയം പ്രതികരിക്കുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു, ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ സ്വതന്ത്രമായി പ്രവഹിക്കുന്നു, വീക്കം കുറയുന്നു. നിങ്ങളുടെ ഹൃദയം വീണ്ടും ശ്വസിക്കുന്നത് എങ്ങനെയെന്ന് ഓർമ്മിക്കുന്നത് പോലെയാണ്. എന്നാൽ അടുപ്പം അപ്രത്യക്ഷമാകുമ്പോൾ, സ്പർശനമോ അടുപ്പമോ ഇല്ലാതെ ദിവസങ്ങൾ മാസങ്ങളായി മാറുമ്പോൾ ശരീരം മുറുകുന്നു, സമ്മർദ്ദം കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ഹൃദയം നിശബ്ദമായി കൂടുതൽ ഭാരം വഹിക്കാൻ തുടങ്ങുന്നു, ധമനികൾ കട്ടിയാകുന്നു, താളം ഇടറുന്നു. കാലക്രമേണ പ്രായമാകുന്നതിന് നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കൽ നമ്മെ ഏറ്റവും ജീവനുള്ളതായി അനുഭവിപ്പിച്ച കാര്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വിലയായിരിക്കാം. 2. നിങ്ങളുടെ പേശികളും സന്ധികളും ദുർബലമാകാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചേക്കില്ല. പക്ഷെ നിങ്ങൾ ഓരോ തവണ നീങ്ങുമ്പോഴും, മുകളിലെ ഷെൽഫിൽ എത്താനുള്ള ഓരോ നീട്ടലും, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഓരോ ചുവടും, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഓരോ തിരിവും, നിങ്ങളുടെ പേശികളും സന്ധികളും നിശബ്ദമായി നിങ്ങൾക്കായി പ്രത്യക്ഷപ്പെടുന്നു. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയും പോലെ അവ ഉപയോഗത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. പലരും മറക്കുന്നത് ശാരീരിക അടുപ്പം എത്ര മൃദുവായാലും, എത്ര ലളിതമാണെങ്കിലും ശരീരത്തെ ചലിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാഭാവികവും സന്തോഷകരവുമായ മാർഗങ്ങളിൽ ഒന്നാണ് എന്നതാണ്. പരമ്പരാഗത അർത്ഥത്തിൽ ഇത് വ്യായാമത്തെക്കുറിച്ചല്ല. നിങ്ങളുടെ കൈകൾ ഒരാളെ എങ്ങനെ ചുറ്റിപ്പിടിക്കുന്നു, നിങ്ങളുടെ ഇടുപ്പ് എങ്ങനെ മാറുന്നു, നിങ്ങളൊരു ആലിംഗനത്തിലേക്ക് ചാരിയിരിക്കുമ്പോഴോ ഒരു നിമിഷം അടുപ്പം പങ്കിടുമ്പോഴോ നിങ്ങളുടെ പുറം വളയുന്നു എന്നതാണ് സത്യം. ഈ ചലനങ്ങൾ അവ ചെറുതാണെന്ന് തോന്നാമെങ്കിലും പേശികളെ സജീവമാക്കുന്നു, സന്ധികൾ അയവുള്ളതാക്കുന്നു. കൂടാതെ പ്രായമാകുമ്പോൾ വളരെ വിലപ്പെട്ടതായി മാറുന്ന സന്തുലിതാവസ്ഥയും ഏകോപനവും നിലനിർത്തുവാൻ സഹായിക്കുന്നു. എന്നാൽ അത്തരം ബന്ധം മങ്ങുമ്പോൾ, സ്പർശനം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ശരീരം മറക്കാൻ തുടങ്ങുന്നു, പേശികൾ ദുർബലമാകാൻ തുടങ്ങുന്നു. രോഗം മൂലമല്ല, ഉപയോഗശൂന്യമാകുന്നതിലൂടെയാണ്. 3. നിങ്ങളുടെ തലച്ചോറിന് അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. പ്രായത്തിനനുസരിച്ച് നമ്മിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരുതരം നിശബ്ദമായ മറവിയുണ്ട്. നിങ്ങളുടെ താക്കോലുകൾ തെറ്റായി വെക്കുകയോ ആരുടെയെങ്കിലും പേര് ഓർമ്മിക്കാൻ താൽക്കാലികമായി നിർത്തുകയോ മാത്രമല്ലത്. നിങ്ങളുടെ ദിവസങ്ങൾ ആവർത്തിക്കുന്നതായി തോന്നുമ്പോൾ, ഒരിക്കൽ നിങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിച്ച തീപ്പൊരി മങ്ങാൻ തുടങ്ങുമ്പോൾ,
ഉരുണ്ടുകൂടുന്നത് മൂടൽമഞ്ഞാണ്. എന്നാൽ കുറച്ചാളുകൾ മാത്രം പറയുന്ന ഒരു കാര്യം ഇതാണ്: ശാരീരിക അടുപ്പത്തെക്കുറിച്ച് നിങ്ങളുടെ തലച്ചോറിന് ശക്തമായ പോഷണമാകാം. അടുപ്പത്തിൻ്റെ നിമിഷങ്ങളിൽ അതൊരു സ്നേഹസ്പർശനമായാലും, ഒരു നീണ്ട ആലിംഗനമായാലും, അല്ലെങ്കിൽ കൂടുതൽ അടുപ്പമുള്ള എന്തെങ്കിലും ആയാലും, നിങ്ങളുടെ മസ്തിഷ്കം ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ ഒരു കാറ്റ്കേസ് പുറത്തുവിടുന്നു. ഇവ വെറും സുഖകരമായ ഹോർമോണുകൾ മാത്രമല്ല, ഓർമ്മശക്തിയെ പിന്തുണയ്ക്കുന്നതിലും, ശ്രദ്ധ കേന്ദ്രീകരിക്കൽ മെച്ചപ്പെടുത്തുന്നതിലും, ഉത്കണ്ഠ ലഘൂകരിക്കുന്നതിലും, പ്രായമായവരിൽ പലരും നിശബ്ദമായി വഹിക്കുന്ന മോശം മാനസികാവസ്ഥയെ ഉയർത്തുന്നതിലും അവ നിർണായക പങ്ക് വഹിക്കുന്നു. അടുപ്പം എന്നത് അക്ഷരാർത്ഥത്തിൽ മാനസിക ഉത്തേജനത്തിൻ്റെ ഒരു രൂപമാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിനെ സജീവമായി നിലനിർത്തുകയും വികാരങ്ങളെ സന്തുലിതമാക്കുകയും നിങ്ങളുടെ മനസ്സിനെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ അടുപ്പം മങ്ങുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആ അഭാവം തലച്ചോറിന് അനുഭവപ്പെടുന്നു. ചിന്തകൾ മന്ദഗതിയിലാകുന്നു, പ്രചോദനം വഴുതി വീഴുന്നു, ഉറക്കം, വിശ്രമം കുറയുകയും ദൈനംദിന സന്തോഷങ്ങൾ അത്ര തിളക്കമുള്ളതായി കാണപ്പെടുകയും ചെയ്യുന്നില്ല. ഉത്കണ്ഠ ഇഴഞ്ഞു നീങ്ങുന്നു, ഏകാന്തത നീണ്ടു നിൽക്കുന്നു. നിങ്ങളുടെ ഒരിക്കൽ മൂർച്ചയുള്ള മനസ്സ് നിശബ്ദതയിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങുന്നു. അത് വൈകാരികം മാത്രമല്ല, നാഡീ വ്യവസ്ഥയുമാണ്. 4. വൈകാരിക അടുപ്പം മങ്ങാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇപ്പോഴും ഭക്ഷണം പങ്കിടുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു, ഒരേ സോഫയിൽ ഇരിക്കുന്നു. പക്ഷെ അടുപ്പം വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു, എന്തോ നഷ്ടപ്പെട്ടതുപോലെ. പലപ്പോഴും നഷ്ടപ്പെട്ട ആ ഭാഗം വൈകാരിക അടുപ്പമാണ്. ശാരീരിക ബന്ധത്തിൽ നിന്ന് വളരുന്ന തരം അടുപ്പം. അടുപ്പം ശരീരങ്ങളെ മാത്രമല്ല, അതൊരു ഭാഷയാണ്. വിശ്വാസത്തിൻ്റെയും ആർദ്രതയുടെയും കാണുന്ന വികാരത്തിൻ്റെയും ഭാഷ. ആ സ്പർശനം മങ്ങുമ്പോൾ, ചുംബനങ്ങൾ ഹ്രസ്വമാകുമ്പോൾ, കിടപ്പുമുറി നിശബ്ദമാകുമ്പോൾ, ദമ്പതികൾ പാർട്ട്നേഴ്സിനെ പോലെ തോന്നാതെയും അടുത്തടുത്തായി പ്രവർത്തിക്കുന്ന എന്നാൽ പരസ്പരം അടുക്കാൻ കഴിയാത്ത റൂംമേറ്റുകളെ പോലെ തോന്നുകയും ചെയ്യും. കാലക്രമേണ ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ പോലും പൊള്ളയായി തോന്നാൻ തുടങ്ങും. സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടല്ല, മറിച്ച് അടുപ്പത്തിൻ്റെ അഭാവം കൊണ്ടാണ്. പതിവ് അടുപ്പമില്ലാതെ നിങ്ങൾക്കിടയിൽ ഒരിക്കൽ നിറഞ്ഞു നിന്നിരുന്ന ഊഷ്മളത തണുക്കാൻ തുടങ്ങുന്നു. സംഭാഷണങ്ങൾ കൂടുതൽ പതിവായി മാറുന്നു, നേത്രസമ്പർക്കം കുറയുന്നു, ഒരുതരം സൂക്ഷ്മമായ ഏകാന്തതയും കടന്നു വരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ കാണപ്പെടാത്തതായി തോന്നുന്നത് കൊണ്ടാണ്. പല മുതിർന്നവർക്കും ഈ വൈകാരിക അകലം ശാരീരിക വാർദ്ധക്യത്തെക്കാൾ വേദനാജനകമായിരിക്കും. നമുക്ക് സ്നേഹം ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ അതിന് അർഹരാണെന്ന് വിശ്വസിക്കുന്നത് നിർത്തുന്നു എന്നതാണ്. എന്നാൽ സത്യം ഇതാണ്: പ്രായം കാരണം വൈകാരിക അടുപ്പം മങ്ങുന്നില്ല. അതിനായി സമയം കണ്ടെത്തുന്നത് നിർത്തുന്നതിനാലാണ് അത് മങ്ങുന്നത്. ശാരീരിക അടുപ്പം എത്ര സൗമ്യമോ അപൂർവമോ ആണെങ്കിലും ആ തീപ്പൊരിയെ വീണ്ടും ജ്വലിപ്പിക്കാൻ ശക്തിയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കപ്പെടാനും ആഗ്രഹിക്കപ്പെടാനും ആഴത്തിൽ അറിയപ്പെടാനും യോഗ്യനാണെന്ന് തോന്നും. 5. ഉറക്കം ഒരു പോരാട്ടമായി മാറുന്നു. വിശ്രമം പ്രതീക്ഷിച്ച് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു, പക്ഷെ മനസ്സ് നിരന്തരം ചലിക്കുന്നു. നിങ്ങൾ മാറുന്നു, നിങ്ങൾ നെടുവീർപ്പിടുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല. പല പ്രായമായവർക്കും ഒരു നല്ല രാത്രി ഉറക്കം പിൻവാതിലിലൂടെ നിശബ്ദമായി വഴുതി വീഴുന്ന ഒന്നായും തോന്നുന്നു. വാർദ്ധക്യം, വേദന അല്ലെങ്കിൽ വേവലാതി എന്നിവയെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും നമ്മൾ അപൂർവമായി സംസാരിക്കുന്ന ഒരു നിശബ്ദ ഘടകമുണ്ട്. അത് ശാരീരിക അടുപ്പത്തിൻ്റെ അഭാവമാണ്. ഒരു നിമിഷത്തെ ലൈംഗിക വിടുതലിന് ശേഷം ശരീരം സ്വാഭാവികമായി പ്രോലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നിങ്ങളെ വിശ്രമിക്കാനും ആഴത്തിലുള്ള പുനഃസ്ഥാപന ഉറക്കത്തിലേക്ക് സൗമ്യമായി സുഖപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതോടൊപ്പം ആലിംഗന ഹോർമോണായ ഓക്സിറ്റോസിൻ സിസ്റ്റത്തെ നിറയ്ക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുകയും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഉറക്ക ഗുളികകൾക്ക് പലപ്പോഴും ആവർത്തിക്കാൻ കഴിയാത്ത ഒരു സമാധാന അവസ്ഥ അവ ഒരുമിച്ച് സൃഷ്ടിക്കുന്നു. എന്നാൽ അടുപ്പം അപ്രത്യക്ഷമാകുമ്പോൾ ആ ശാന്തമായ കെമിക്കൽ സിഗ്നലുകളും അങ്ങനെ തന്നെയാകും. ശരീരം പിരിമുറുക്കത്തിൽ പിടിച്ചു നിൽക്കുന്നു, മനസ്സ് ഉണർന്നിരിക്കുന്നു, നിങ്ങൾ ക്ഷീണത്തിനും അസ്വസ്ഥതയ്ക്കും ഇടയിൽ കുടുങ്ങി ഉണർന്നിരിക്കുന്നു. കാലക്രമേണ ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക അവസ്ഥയും ഓർമ്മശക്തിയെയും നിങ്ങളെപ്പോലെ തോന്നാനുള്ള കഴിവിനെയും ബാധിക്കുന്നു. നിങ്ങൾ ക്ഷീണിതനായി ഉണരും, ഒരുപക്ഷെ പ്രകോപിതനായി ഉണരും. ദിവസങ്ങൾ മങ്ങുകയും ഉന്മേഷത്തോടെ ഉണരുമ്പോൾ ലഭിക്കുന്ന ചെറിയ സന്തോഷം അപൂർവമായി തീരുകയും ചെയ്യുന്നു. അതിനാൽ ഉറക്കം കണ്ടെത്താൻ പ്രയാസമായി തീർന്നിട്ടുണ്ടെങ്കിൽ മരുന്നുകളെയോ ശബ്ദയന്ത്രങ്ങളെയോ മാത്രം ആശ്രയിക്കരുത്. ചിലപ്പോൾ ഏറ്റവും സ്വാഭാവികമായ ഉറക്ക സഹായം കൂടുതൽ മാനുഷികമായ ഒന്നാണ്. സ്പർശിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരാളുമായി അടുത്തിരിക്കുക. 6. ആത്മാഭിമാനവും ആത്മവിശ്വാസവും മങ്ങാൻ തുടങ്ങുന്നു. കണ്ണാടിയിൽ ദൃശ്യമാകാത്ത എന്നാൽ നിങ്ങൾക്കത് അനുഭവപ്പെടുന്ന ഒരു നിശബ്ദമായ മങ്ങലുണ്ട്. നിങ്ങളുടെ പ്രതിബിംബത്തിലേക്ക് നിങ്ങൾ ദീർഘനേരം നോക്കുന്നത് ഒഴിവാക്കുന്ന രീതിയിലാണ് ഇത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്ത്രങ്ങൾക്കായി നിങ്ങൾ കൈനീട്ടുന്നത് ഇപ്പോൾ നിർത്തി. നിങ്ങളത് ഒരിക്കലും ഉറക്കെ പറയാതെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്ന രീതി. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ നിങ്ങളുടെ പിന്നിലായിരിക്കാം. പല മുതിർന്നവർക്കും ശാരീരിക അടുപ്പത്തിൻ്റെ നഷ്ടം കിടപ്പുമുറിയിലെ നിശബ്ദതയേക്കാൾ കൂടുതൽ കൊണ്ടുവരുന്നു. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ സാവധാനത്തിലുള്ള ക്ഷയം അത് കൊണ്ടുവരുന്നു. ആരും നിങ്ങളെ തൊടാത്തപ്പോൾ, ആരും നിങ്ങളെ സമീപിക്കാത്തപ്പോൾ, ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അദൃശ്യനായി തോന്നാൻ തുടങ്ങുന്നത് എളുപ്പമാണ്. നിങ്ങൾ വളരെ വലിയ രീതിയിൽ മാറിയതുകൊണ്ടല്ല,
മറിച്ച് ലോകം നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നത് നിർത്തിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഊർജ്ജസ്വലത തോന്നുന്നത് നിർത്തുന്നു, നിങ്ങൾ കാണുന്നതായി തോന്നുന്നത് നിർത്തുന്നു. കാലക്രമേണ ആ സ്വയം സംശയം ഒരു ഷെൽഫിലെ പൊടി പോലെ സ്ഥിരതാമസമാക്കുന്നു. എന്നാൽ ഇതാണ് സത്യം. ശാരീരിക അടുപ്പം നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്വസിക്കുക മാത്രമല്ല, ജീവിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ, ചുംബിക്കാൻ, അടുത്തിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കടമ കൊണ്ടല്ല, മറിച്ച് ആഗ്രഹം കൊണ്ടല്ല, അത് വാക്കുകളേക്കാൾ ആഴത്തിലുള്ള ഒരു സന്ദേശം നൽകുന്നു. നിങ്ങളിപ്പോഴും പ്രധാനമാണ്, നിങ്ങളിപ്പോഴും സുന്ദരിയാണ്, നിങ്ങളിപ്പോഴും ആവശ്യക്കാരനാണ്. ആ സന്ദേശം അതൊരു പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരവുമായി വീണ്ടും ബന്ധപ്പെടുന്നതിൽ നിന്നോ ആകട്ടെ, എല്ലാം മാറ്റാനുള്ള ശക്തി അതിനുണ്ട്. നിങ്ങളുടെ പുഞ്ചിരി തിരികെ വരുന്നു, നിങ്ങളുടെ ഭാവം നേരെയാകുന്നു, നിങ്ങൾ വീണ്ടും ശാന്തമായ അന്തസ്സോടെ ലോകത്തിലൂടെ നടക്കുന്നു. കാരണം അടുപ്പം യുവത്വത്തെക്കുറിച്ചല്ല, അത് ജീവനെക്കുറിച്ചാണ്. അതൊരിക്കലും സ്റ്റൈലിൽ നിന്ന് പുറത്തു പോകുന്നില്ല. 7. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ദുർബലമാകാൻ തുടങ്ങുന്നു. പ്രായമാകുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങുന്നു. വിറ്റാമിനുകൾ, തണുപ്പുകാലത്ത് ഒരു ചൂടുള്ള കോട്ട്, രക്തം ചലനം നിലനിർത്താൻ ദിവസേനയുള്ള നടത്തം. എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ശക്തമായ ഒരു പ്രതിരോധ മാർഗമുണ്ട്: അടുപ്പം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശാരീരിക അടുപ്പം, പ്രത്യേകിച്ച് ലൈംഗിക അടുപ്പം, ഹൃദയത്തെ ചൂടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മിക്ക ആളുകളും ഒരിക്കലും മനസ്സിലാകാത്ത വിധത്തിൽ അത് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു. ശാരീരിക ബന്ധത്തിന്റെ നിമിഷങ്ങളിൽ നിങ്ങളുടെ ശരീരം ഇമ്മ്യൂണോഗ്ലോബുലിൻ എയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതൊരു സ്വാഭാവിക ആന്റിബോഡിയാണ്. ഇത് ജലദോഷം, ശ്വസന അണുബാധകൾ, പ്രായമായവരെ ലക്ഷ്യമിടുന്ന വൈറസുകൾ എന്നിവയിൽ നിന്ന് പോലും പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ശാന്തമായ മുൻനിര സൈനികനായി ഇതിനെ കരുതുക. സ്നേഹിക്കപ്പെടുമ്പോൾ കൂടുതൽ ശക്തവും, ബന്ധം നഷ്ടപ്പെടുമ്പോൾ അത് ദുർബലവുമാണ്. പതിവ് അടുപ്പം ഹോർമോൺ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. വീക്കം കുറയ്ക്കുന്നു, കോശം നന്നാക്കലിനെ പിന്തുണയ്ക്കുന്നു. ഇവയെല്ലാം രോഗപ്രതിരോധ സംവിധാനത്തെ സന്തുലിതവും ഉണർവോടെയും നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. ശാരീരിക സ്പർശനവും ആഗ്രഹവും മങ്ങുമ്പോൾ ഈ സംരക്ഷണ പ്രതികരണവും മങ്ങുന്നു. അതിൻ്റെ ഫലങ്ങൾ സാവധാനത്തിൽ കടന്നുവരും. നിങ്ങൾക്ക് പതിവിലും കൂടുതൽ ജലദോഷം പിടിപെടും, വ്യക്തമായ കാരണമില്ലാതെ ക്ഷീണിതനായി തോന്നും, അല്ലെങ്കിൽ ചെറിയ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കാൻ പോലും കൂടുതൽ സമയമെടുക്കും. 8. സമ്മർദ്ദവും ഉത്കണ്ഠയും ഉയർന്നു വരാൻ തുടങ്ങുന്നു. സമ്മർദ്ദം എല്ലായ്പ്പോഴും ഒരു കൊടുങ്കാറ്റ് പോലെയല്ല വരുന്നത്. ചിലപ്പോൾ അത് ഇറുകിയ തോളുകൾ, അസ്വസ്ഥമായ രാത്രികൾ, നീണ്ടു നിൽക്കുന്ന തലവേദന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുലുക്കാൻ കഴിയാത്ത അപാരകരമായ തോന്നൽ എന്നിവയിലൂടെ നിശബ്ദമായി ഇഴഞ്ഞു നീങ്ങുന്നു. പലരും ഗുളികകൾ, ആഴത്തിലുള്ള ശ്വസനം അല്ലെങ്കിൽ ശ്രദ്ധ വ്യതിചലനങ്ങൾ എന്നിവയ്ക്കായി എത്തുമ്പോൾ പലപ്പോഴും പറയാതെ പോകുന്ന ഒരു പ്രകൃതിദത്ത പ്രതിവിധിയുണ്ട്: അടുപ്പം. ശാരീരിക ബന്ധം, അത് മൃദുവായ സ്പർശനമായാലും പങ്കിട്ട ആലിംഗനമായാലും അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ആഴത്തിലുള്ള അടുപ്പമായാലും, മനുഷ്യ ശരീരത്തിന് അന്തർനിർമ്മിതമായ ഒരു ശാന്തതാ സംവിധാനമായി പ്രവർത്തിക്കുന്നു. അടുപ്പമുള്ള നിമിഷങ്ങളിൽ നിങ്ങളുടെ മസ്തിഷ്കം ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഒരു മിശ്രിതം പുറത്തുവിടുന്നു. ഒരുമിച്ച് അവർ ശ്രദ്ധേയമായ എന്തെങ്കിലും ചെയ്യുന്നു. അതുകൊണ്ടാണ് ശാരീരിക അടുപ്പത്തിന് ശേഷം ആളുകൾ പലപ്പോഴും നന്നായി ഉറങ്ങുന്നത്. ഭാരം അനുഭവപ്പെടുന്നു. ജീവിതത്തിലെ ചെറിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ മനോഹരമായി കൈകാര്യം ചെയ്യുവാൻ സഹായിക്കുന്നു. 9. ബന്ധങ്ങൾ കൂടുതൽ ദുർബലമാകുന്നു. അത് സംഭവിക്കുന്ന കൃത്യമായ നിമിഷം നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഒരു ദിവസം നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുന്നു. സ്വപ്നങ്ങളും ഓർമ്മകളും നിങ്ങളെ ചിരിപ്പിച്ച മണ്ടത്തരമായ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കും. പിന്നെ പതുക്കെ സംഭാഷണങ്ങൾ ചെറുതായി വളരുന്നു, തീപ്പൊരി മങ്ങുന്നു. നിങ്ങളിപ്പോഴും ഒരു വീട്, ഒരു കിടക്ക, ഒരു ജീവിതം പങ്കിടുന്നു. പക്ഷെ പവിത്രമായ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ശാരീരിക അടുപ്പം വഴുതി വീഴുമ്പോൾ അതൊരു ശാന്തമായ മുറി അവശേഷിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതൊരു ശാന്തമായ വേദനയും അകലവും അവശേഷിപ്പിക്കുന്നു. കാലക്രമേണ ഒരിക്കൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്ന ദമ്പതികൾ അകന്നു പോകാൻ തുടങ്ങുന്നു. സ്നേഹം ഇല്ലാതായതുകൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ മങ്ങിയതുകൊണ്ടാണ്. ചെറിയ ആംഗ്യങ്ങൾ, തോളിലെ സ്പർശനം, കിടക്കയ്ക്ക് മുമ്പുള്ള ചുംബനം, ഇവ വൈകാരിക അടുപ്പത്തെ സജീവമായി നിലനിർത്തുന്ന ത്രെഡുകളാണ്. അവയില്ലാതെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം പോലും ഊർജ്ജസ്വലമായൊരു ഐക്യത്തെക്കാൾ ശാന്തമായൊരു പങ്കാളിത്തമായി അനുഭവപ്പെടാൻ തുടങ്ങും. ലൈംഗികത അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വെറും ശാരീരികമല്ല, അത് ദുർബലമാണ്. മതിലുകൾ ഇടിഞ്ഞു വീഴുമ്പോൾ രണ്ടുപേർ പരസ്പരം ആരാണെന്ന് ഓർമ്മിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് ഇത്. പല ദമ്പതികളും ഈ മാറ്റം അനിവാര്യമാണെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ പ്രായമായി എന്നവർ പറയുന്നു. എന്നാൽ പ്രായം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും സ്നേഹിക്കപ്പെടുന്നവരാണെന്നും ആഗ്രഹിക്കുന്നവരാണെന്നും തോന്നേണ്ടതിൻ്റെ ആവശ്യകതയെ അതില്ലാതാക്കുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കാലം ഒരുമിച്ച് നടക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇടയിൽ എന്തോ മാറ്റം സംഭവിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അത് പ്രണയത്തിൽ നിന്ന് വീഴുന്നതിനെക്കുറിച്ചല്ല, ഒരുപക്ഷെ സ്പർശനത്തിലൂടെയും അടുപ്പത്തിലൂടെയും ബന്ധപ്പെടുന്നതിലൂടെയും നിങ്ങളുടെ വഴി കണ്ടെത്താനുള്ള സമയമായിരിക്കാം. 10. ശരീരം മറക്കുന്നു, അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക. ശരീരം ജ്ഞാനിയാണ്, അത് പൊരുത്തപ്പെടുന്നു. നിങ്ങൾ പലപ്പോഴും നൽകുന്നത് അത് ഓർമ്മിക്കുകയും
നിങ്ങളിനി ഉപയോഗിക്കാത്തത് പതുക്കെ വിട്ടുകളയുകയും ചെയ്യുന്നു. ചലനമില്ലാത്ത പേശികൾ ചുരുങ്ങുകയോ ദൂരം നടക്കുമ്പോൾ സന്തുലിതാവസ്ഥ മങ്ങുകയോ ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈംഗിക പ്രവർത്തനവും ഉപയോഗം, പരിചയം, മൃദുവായ ആവർത്തനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ദീർഘനേരം അടുപ്പം അപ്രത്യക്ഷമാകുമ്പോൾ ശരീരം നിശബ്ദമായി അത് മറക്കാൻ തുടങ്ങുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് മന്ദഗതിയിലുള്ള ഉത്തേജനം, സംവേദനക്ഷമത കുറയൽ അല്ലെങ്കിൽ ഉദ്ധാരണം നിലനിർത്തുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ട് എന്നിവയായി പ്രകടമായേക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വർദ്ധിച്ച വരൾച്ചയും അസ്വസ്ഥത അല്ലെങ്കിൽ നാച്ചുറൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടൽ എന്നിവയെ അർത്ഥമാക്കിയേക്കാം. ഇത് അടുപ്പം ഒരു ബന്ധത്തേക്കാൾ ഒരു ജോലിയായി തോന്നുന്നു. ഇതാ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. നിങ്ങൾ കൂടുതൽ സമയം കാത്തിരിക്കും തോറും അത് തിരികെ വരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ശരീരം തകർന്നതുകൊണ്ടല്ല, മറിച്ച് അതിന് തയ്യാറായും പ്രതികരണശേഷിയുള്ളവനായും ജീവനോടെയും തുടരാൻ ആവശ്യമായ സിഗ്നലുകൾ ഇല്ലാതെ അവശേഷിക്കുന്നതിനാലാണ്. എന്നാൽ ശരീരത്തിന് മറക്കാൻ കഴിയുന്നത് പോലെ അതിന് വീണ്ടും പഠിക്കാനും കഴിയും. ക്ഷമയോടെ, ആർദ്രതയോടെ, ധാരണയോടെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും പഠിക്കുവാൻ കഴിയും. ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങളുടെ പ്രായം, ചരിത്രം, എത്ര കാലമായി എന്നത് പ്രശ്നമല്ല. നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കാം. അത് നാടകീയമായ ഒന്നിൽ നിന്നും ആരംഭിക്കേണ്ടതില്ല. ആദ്യത്തേതും ഏറ്റവും ശക്തവുമായ ഘട്ടം സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ പങ്കാളിയുമായുള്ള സത്യസന്ധവും തുറന്നതുമായ സംഭാഷണം ശാരീരികമായ എന്തിനേക്കാളും അടുപ്പമുള്ളതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് പങ്കിടുക. നിങ്ങളുടെ ആഗ്രഹം ഉറക്കെ പറയുക. എന്താണ് മാറിയത്, എന്താണ് നഷ്ടപ്പെട്ടത്, വീണ്ടും കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിവയെക്കുറിച്ച് സംസാരിക്കൂ. ചിലപ്പോൾ കേൾക്കുന്നത് പോലും രോഗശാന്തിയുടെ തുടക്കമാണ്. ചെറുതായി തുടങ്ങുക. മൃദുലമായ സ്പർശനം പ്രധാനമാണ്. കൈകൾ പിടിക്കുക, ആരുടെയെങ്കിലും തോളിൽ തലവയ്ക്കുക, കിടക്കുന്നതിന് മുമ്പ് ഒരു നിശബ്ദ ആലിംഗനം പങ്കിടുക. ഈ നിമിഷങ്ങൾ ആഴത്തിലുള്ള അടുപ്പത്തിന് അടിത്തറയിടുന്നു. വീണ്ടും ബന്ധപ്പെടാൻ എങ്ങനെ തോന്നുന്നുവെന്ന് അവ നിങ്ങളുടെ ശരീരത്തെയും ഹൃദയത്തെയും ഓർമ്മിപ്പിക്കുന്നു. ശാരീരിക വെല്ലുവിളികൾ ഉയർന്നു വന്നാൽ അവ പലപ്പോഴും ഉണ്ടാകുന്നു. കുഴപ്പമില്ല. പിന്തുണ ആവശ്യമായി വരുന്നതിൽ ലജ്ജയില്ല. യോനിയിലെ വരൾച്ച, കുറഞ്ഞ ലിബിഡോ അല്ലെങ്കിൽ ഉത്തേജനത്തിലെ ബുദ്ധിമുട്ട് എന്നിവയായാലും നിങ്ങളുടെ ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഇന്നത്തെ ചികിത്സകൾ സുരക്ഷിതവും പ്രായത്തിനനുസരിച്ചുള്ളതും നിങ്ങൾ കരുതുന്നതിലും വളരെ സാധാരണവുമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് ഉന്മേഷം ലഭിക്കും. വലിയ മാറ്റം സംഭവിക്കും. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുമല്ലോ. പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണേ.